ഹേ മെച്ചന്മാരെ ഫയലിൽ നമ്മളെല്ലാവരും കാത്ത് നമ്മുടെ എൻ പി സി ഗെയിലും കാര്യങ്ങളൊക്കെ നമ്മുടെ ഗെയിമിനകത്തോട്ട് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ചീപ്പ് കോഡും കാര്യങ്ങളും എന്താണ്, അതുപോലെ തന്നെ എൻ പി സി പ്ലെയറെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ആഡ് ചെയ്യുന്നതെന്ന് ഞാൻ ഇന്നീ വീഡിയോ കൂടെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. അതുപോലെ തന്നെ കുറേ പേരുടെ കമൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തായിരുന്നു നമ്മുടെ GTA 5 എങ്ങനെ നമ്മുടെ എൻ പി സി പ്ലെയറിനെ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുമെന്ന് അങ്ങനെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൂടെ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരുന്നതുകൊണ്ട് ഞാൻ ഈ വീഡിയോയിൽ തന്നെ ചെറിയ ഷോർട്ടായിട്ട് രീതിയിൽ കാണിക്കുന്നുണ്ട്. എൻ പി സി പ്ലെയറിനെ നമ്മളെങ്ങനെയാണ് നമ്മുടെ GTA 5 ആഡ് ചെയ്യുന്നതെന്ന്. ഞാനിപ്പം GTA 5 നിൽക്കുന്നത്. GTA 5 അകത്ത് നമ്മുടെ എൻ പി സി പ്ലെയറും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ മെത്തേഡും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്താൽ ഫുള്ളായിട്ട് വാച്ച് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. ഫുള്ളായിട്ട് വാച്ച് ചെയ്താലേ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് കിട്ടുന്നതെന്ന് പറയാൻ പറ്റത്തുള്ളൂ, അല്ല കിട്ടുന്നത് എങ്ങനെ കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ലിങ്ക് അവിടെ നിന്ന് കയറി ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ നേരെ ക്രോമിലോട്ട് വരുന്നതായിരിക്കും. ക്രോമിലോട്ട് ഇങ്ങനത്തെ ഒരു ഓപ്ഷനിലേക്കായിരിക്കും, ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസിലായിരിക്കും വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണുന്ന ഡൗൺലോഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഡൗൺലോഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡൗൺലോഡും കാര്യങ്ങളൊക്കെ ആവും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. അതിനുശേഷം ഡൗൺലോഡിൻ്റെ സെക്ഷൻ പോകുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നതാണ്. ഇവിടെ GEL1.GLB എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാര്യങ്ങൾ കിടപ്പുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ ഐറ്റവും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇനി നമ്മൾ നേരെയാണ് നമ്മുടെ ഗെയിമിൻ്റെ അകത്തോട്ട് പോകേണ്ടതാണ്. അപ്പോൾ ഇവിടെ ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഇനി വേറെ ഒന്നും നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല, നേരെ നിങ്ങൾ ഗെയിമിൻ്റെ അകത്തോട്ട് പോകാം. ഗെയിമിൻ്റെ അകത്ത് പ്ലേ കൊടുക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇത് നെറ്റും കാര്യങ്ങളൊന്നും ഓഫ് ചെയ്യേണ്ടതാണ്, അല്ലെങ്കിൽ ആഡും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ നെറ്റും കാര്യങ്ങൾ ഓഫ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഗെയിമിൻ്റെ അകത്തോട്ട് കയറുന്നതാണ്. ഗെയിമിൻ്റെ അകത്ത് കയറിയതിന് ശേഷമാണ് ബാക്കി പരിപാടി കാര്യങ്ങളൊക്കെ. അപ്പോൾ ഗെയിമിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്. ഗെയിമിൻ്റെ അകത്ത് കയറിയ ശേഷം നമ്മൾ വീടിൻ്റെ പുറത്തിറക്കുന്നുണ്ട്. വീടിൻ്റെ പുറത്തിറങ്ങിയാലേ പരിപാടി കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് നടക്കത്തുള്ളൂ. അതെല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. ചിലവർ വീടിൻ്റെ അകത്തിരുന്ന് ചെയ്തിട്ട് കിട്ടാത്തവരുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും വീടിൻ്റെ പുറത്തിറങ്ങേണ്ടതാണ്. അതിനുശേഷം ലോഡ് കാര്യങ്ങളൊക്കെ ക്ലിക്ക് ചെയ്തതിന് ശേഷം സൈഡിൽ സെർച്ച് ബാർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ഗേൾ എന്ന് പറഞ്ഞാൽ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഗേൾ ടൈപ്പ് ചെയ്തപ്പോൾ എനിക്ക് GEL.GLB എന്ന് പറഞ്ഞ ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഞാൻ ആദ്യം ക്ലിക്ക് ചെയ്തപ്പോൾ തന്നെ എനിക്കിവിടെ ഗേൾ വന്നിട്ടൊക്കെ ഒന്ന് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇനി ഇവിടെ താഴെ നമ്മുടെ RGSൻ്റെ അകത്ത് ഗേളിൻ്റെ ഓപ്ഷൻ വരണമെങ്കിൽ നമ്മൾ ഗെയിം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഞാനിവിടെ ഗെയിം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഗെയിം റീസ്റ്റാർട്ട് ചെയ്ത് വരുമ്പോഴത്തേക്ക് നമ്മുടെ RGS മെനുവിൻ്റെ അകത്ത് ഷോപ്പ് കാർട്ടിൻ്റെ തൊട്ട് താഴെയായിട്ട് ഗേൾ എന്ന് പറഞ്ഞുകൊണ്ട് ഓപ്ഷനും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ ഞാനത് എടുത്ത് കാണിക്കുന്നതാണ്. ഞാൻ വീണ്ടും പുറത്തിറങ്ങിയിട്ടുണ്ട്. ഞാൻ ഇവിടെ RGS മെനു ക്ലിക്ക് ചെയ്തപ്പോൾ GEL1.GLB എന്ന് പറഞ്ഞ ഓപ്ഷൻ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഞാനിവിടെ ഇഷ്ടംപോലെ ഇവിടെ സ്പൂണും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. മൾട്ടിപ്പിൾ ടൈമായിട്ട് സ്പൂണും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. അങ്ങനെ നമ്മുടെ ഗെയിമിലേക്ക് ഗേൾ വന്നിട്ട് ഗേളിൻ്റെ NPC പ്ലേയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ഇനിയും ഇതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സും കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ അറ്റാക്കിങ് ഫീച്ചേഴ്സും കാര്യങ്ങൾ പറഞ്ഞുതരാം. നമ്മളിതിനൊരു ഗേളിനെ ഫയർ ചെയ്യുവാണെങ്കിലോ ഇടിക്കുവാണെങ്കിലും നമ്മളെയും തിരിച്ച് ഇടിക്കുന്നതായിരിക്കും. മറ്റേ അറ്റാക്കിങ് പൊസിഷനും കാര്യങ്ങളും അറ്റാക്കിങ് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. അപ്പോൾ നമ്മൾ എത്ര ഓടിയാലും നമ്മുടെ പുറകിന് വന്ന് നമ്മൾ അടിക്കുന്നതായിരിക്കും. പുറകിൽ നിൽക്കുന്ന NPC പ്ലേയേഴ്സും കാര്യങ്ങളല്ല, നമ്മൾ ആരെയാണോ വെടിവെച്ചത് അവരെ ആയിരിക്കും നമ്മൾ അടിക്കുന്നത്. അപ്പോൾ അവരെ കൊല്ലാതെ നമുക്ക് വേറെ വഴിയും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതാണ് നമ്മുടെ NPC പ്ലെയർ കാര്യങ്ങളൊക്കെ ഇപ്പോഴത്തെ ഫീച്ചറും. അതുപോലെ നമ്മൾ കൂടെ തന്നെ ഫോളോ ചെയ്യുന്നതായിരിക്കും. വണ്ടിയിലും ഇതിലൊക്കെ പോയിക്കാൻ നമ്മളെ ഫോളോ ചെയ്യത്തില്ല, നമ്മൾ നടക്കുമ്പോഴാണ് നമ്മളെ ഫോളോ കാര്യങ്ങൾ ചെയ്യുന്നത്. ഈ നമുക്ക് GTA 5 എങ്ങനെയാണ് ആഡ് ചെയ്യുക എന്നുള്ള ഓപ്ഷൻ കാര്യങ്ങളും ഞാൻ കാണിച്ചു തരുന്നതാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഗെയിം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. കാരണം അത്രയും പേര് നിൽക്കുമ്പോൾ നമുക്ക് ഇത് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഗെയിം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുമ്പം നമ്മൾ ഇതിനകത്ത് വന്നേക്കുന്ന എല്ലാ സാധനങ്ങളും ക്ലിയർ ആയിട്ട് കാണും. അപ്പോൾ ഇനി നമുക്ക് GTA 5 എടുക്കേണ്ടതാണ്. അപ്പോൾ അതിന് ലോഡ് എടുത്ത് RGS മെനു ലോഡ് എടുത്തിട്ട് GTA എന്നടിക്കുമ്പോൾ എനിക്കിവിടെ GTA.GLB കിടപ്പുണ്ട്. ഓൾറെഡി ഞാൻ ഡൗൺലോഡ് ചെയ്തുകൊണ്ടാണ് എനിക്ക് കിടക്കുന്നത്. ഞാൻ അതിൻ്റെ ലിങ്കും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കും. നിങ്ങൾക്ക് അവിടെ കയറി ഡൗൺലോഡും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. അതിനുശേഷം ലോഡ് കൊടുത്ത് സെലക്ട് ചെയ്തതിന് ശേഷം ഞാൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുന്നുണ്ട്. വെയിറ്റ് ചെയ്യുമ്പോൾ എനിക്കിവിടെ RGS മെനു ഡൺ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാര്യങ്ങൾ സൈഡ് വന്ന് കണ്ടു. അപ്പം അങ്ങനെ വന്നതിന് ശേഷമാണ് ഞാൻ ഗെയിം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ അത് വരാതെ ഗെയിം റീസ്റ്റാർട്ട് ചെയ്യരുത്. വരാതെ റീസ്റ്റാർട്ട് ചെയ്താൽ ചിലപ്പോൾ നിങ്ങൾക്ക് പേര് കാണിക്കും, പക്ഷേ വർക്ക് ആവത്തില്ലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും അത് ശ്രദ്ധിക്കേണ്ടതാണ്. RGS മെനു ഡൺ എന്ന് പറഞ്ഞ ഓപ്ഷൻ കണ്ടാൽ നിങ്ങൾ ഗെയിം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. ഗെയിം റീസ്റ്റാർട്ട് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങളിവിടെ GTA 5 എന്ന് പറഞ്ഞ സിറ്റി ക്ലിക്ക് ചെയ്യാവുള്ളൂ. റീസ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ക്ലിക്ക് ചെയ്തതിന് ശേഷം ഒരു 15-20 സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്തിട്ടാണ്. അങ്ങനെ വെയിറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഫോൺ ഒന്ന് സ്റ്റക്ക് ആവുന്നതായിരിക്കും. ഫോൺ സ്റ്റക്ക് ആയതിനു ശേഷം നേരെ നമ്മളാണെങ്കിൽ ഇതിനകത്തോടെ കയറുന്നതായിരിക്കും. അപ്പോൾ ഇതിനകത്ത് കയറിയതിന് ശേഷം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. ഞാനിപ്പോൾ ഇതിനകത്ത് ഇൻ്റർഫേസ് കയറിയിട്ടുണ്ട്. കയറിയതിന് ശേഷം ഞാനിവിടെ GTA 5 സിറ്റിയിലും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ NPC പ്ലെയറിനെ വിളിക്കാം. അപ്പോൾ ഇവിടെ NPC ഗേൾ 1 എന്ന് പറഞ്ഞിട്ടുള്ള ഇവിടെ കാണാൻ പറ്റും. ഞാൻ അവിടെ ഒത്തിരി ഇവിടെ സ്പോണും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഗെയിമിലേക്കും GTA 5 അകത്തോട്ട് നമ്മുടെ NPC പ്ലെയറിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ഇത്രയുമാണ് മെത്തേഡും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുവാണ്. അപ്പോൾ എല്ലാവർക്കും കിട്ടുന്നുണ്ടോ ഇല്ലെന്ന് കമൻറ്റ് കാര്യങ്ങൾ ചെയ്യാൻ
ചെയ്യേണ്ടതാണ്. കിട്ടുന്നവർ കിട്ടിയെന്നുണ്ടെന്ന് കമൻറ്റ് കാര്യങ്ങൾ ചെയ്യുന്നതാണ്. കിട്ടാത്തവർ എന്താണ് റീസണും കൂടെ പറഞ്ഞ് അതുപോലെ തന്നെ ഈ ഗേൾ ക്യാരക്ടറാണോ കിട്ടാത്തത്, അത് GTA 5 ആണോ കിട്ടാത്തതെന്ന് അതിൻ്റെ പേരുകൂടെ ഉൾപ്പെടുത്തി നിങ്ങൾ പറയുവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ നമുക്കത് എടുക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും ചെക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കേണ്ടതാണ്. ഞാൻ രണ്ടിൻ്റെയും ലിങ്കും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേറെ എന്തിൻ്റെയെങ്കിലും ലിങ്കും കാര്യങ്ങളും വേണമെന്നൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ അതുകൂടെ കമൻറ്റ്സും കാര്യങ്ങളും ചെയ്യുവാണെങ്കിൽ നമ്മളത് നെക്സ്റ്റ് വീഡിയോയിൽ അത് ആഡ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ അത് വർക്കും കാര്യങ്ങളൊക്കെ ആണോ ചെക്ക് ചെയ്ത് നോക്കി ഉറപ്പ് വരുത്തിയതിന് ശേഷം നമ്മളത് നിങ്ങൾക്ക് ആഡ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾ മസ്റ്റായിട്ടും കമൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളുണ്ടെങ്കിൽ അതുകൂടെ കമൻറ്റ്സും കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. കമൻറ്റ് അനുസരിച്ചിട്ട് നമുക്ക് അതുകൂടെ ഫിക്സ് ചെയ്യാൻ പറ്റുമോ നമുക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ മസ്റ്റായിട്ടും കമൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും പറയാവുന്നതാണ്. അതുപോലെ തന്നെ കിട്ടാത്ത എന്തെങ്കിലും റീസണും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അതുകൂടെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് അതിനുള്ള ഓപ്ഷൻ കാര്യങ്ങൾ പറയാം. എന്തായാലും നിങ്ങൾക്ക് കുറേ പേർക്ക് 199% ആൾക്കാർക്ക് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതിൽ 1% ആൾക്കാർക്ക് കിട്ടാത്തതെന്ന് വെച്ചാൽ ചിലപ്പോൾ അവരുടെ കൈപ്പിഴവായിരിക്കും, അല്ലെങ്കിൽ ഫോണിൻ്റെ ഡിവൈസിൻ്റെ കുഴപ്പമൊക്കെ ആയിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ്. ട്രൈ ചെയ്ത് കിട്ടാത്തവരാണെങ്കിൽ ഒന്ന് ഗെയിം അൺഇൻസ്റ്റാൾ ചെയ്തിട്ടാണ് ഗെയിം അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് റീഇൻസ്റ്റാൾ ചെയ്യുക. അതുപോലെ തന്നെ ലിങ്ക്സ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ലിങ്ക്സ് മൊത്തം കളഞ്ഞിട്ട് പുതിയ ലിങ്ക്സും കാര്യങ്ങളൊക്കെ എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും പകുതിയോളം ഫിക്സും കാര്യങ്ങളൊക്കെ ആവുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എനിക്കങ്ങനെ ഫിക്സൊക്കെ ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അപ്പോൾ ഗെയിം അൺഇൻസ്റ്റാൾ ചെയ്യുക എന്ന് വെച്ചാൽ കിട്ടാത്തവരുടെ കാര്യമാണ്, കിട്ടിയവരുടെ കാര്യമല്ല. കിട്ടാത്തവർ ഗെയിം ഒന്ന് അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് റീഇൻസ്റ്റാൾ ചെയ്യുക. ഓൾസോ അതുപോലെ തന്നെ നമ്മുടെ പഴയ ഫയൽസും കാര്യങ്ങളെല്ലാം കളഞ്ഞിട്ട് പുതിയ ഫയലും കാര്യങ്ങളൊക്കെ എടുക്കേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വർക്കും കാര്യങ്ങളൊക്കെ ആവുന്നതായിരിക്കും. അതുപോലെ തന്നെ പുതിയ പുതിയ ഫീച്ചേഴ്സും കാര്യങ്ങളും ഇതുപോലെ വരുന്നുണ്ട്. അപ്പം അത് ഏതൊക്കെയാണ് വരുന്ന അപ്ഡേറ്റ്സ് നമ്മൾ അറിയിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ആഡ് ചെയ്യാൻ വല്ലതും ഉണ്ടെങ്കിൽ, ഇങ്ങനെ വല്ല ആഡ് ചെയ്യാൻ വല്ലതും ആഗ്രഹം ഉണ്ടെങ്കിൽ അതുകൂടെ നിങ്ങൾക്ക് കമൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് അതുകൂടെ കൊണ്ടുവരാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും മസ്റ്റായിട്ട് നിങ്ങളുടെ കമൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ ബുജ്ജിയുടെ കാറും കാര്യങ്ങളൊക്കെ കൊണ്ടുവരണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ അതുകൂടെ കമൻറ്റ്സും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിലായിട്ട് നമ്മൾ അതിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾ മസ്റ്റായിട്ടും കമൻറ്റ്സും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. കമൻറ്റ് അനുസരിച്ചിട്ട് മാത്രമേ നമുക്ക് ഓരോ ഐറ്റംസ് കാര്യങ്ങളും കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ കുറേ പേര് മറ്റേ കാർസ് കാര്യങ്ങൾ കൊണ്ടുവരാൻ ചോദിച്ചിട്ടുണ്ട്, സൂപ്പർ കാർസ് കാര്യങ്ങളൊക്കെ. അപ്പോൾ സൂപ്പർ കാർസും കാര്യങ്ങളൊക്കെ നമുക്ക് മെയിൻ അപ്ഡേറ്റിലേക്ക് അതൊക്കെ കിട്ടത്തുള്ളൂ. അപ്പം ആ സൂപ്പർ കാർസും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മെയിൻ അപ്ഡേറ്റിലേക്ക് കൊണ്ടുവരില്ലെന്ന് അറിയത്തില്ല, കാരണം ഡെവലപ്പറിന് ഒത്തിരി വർക്ക്സും കാര്യങ്ങളും ഇപ്പോൾ ഉണ്ട്. അപ്പോൾ ആ വർക്ക്സിൻ്റെ ഇടയിൽ ഇതും കൂടി ചെയ്ത് കംപ്ലീറ്റ് ആക്കാൻ പറ്റുവാണെങ്കിൽ നമ്മൾ അതിൻ്റെ അപ്ഡേറ്റ്സും കൂടെ അറിയിക്കുന്നതായിരിക്കും. എന്തായാലും നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഡെവലപ്പറിനോട് സൂപ്പർ കാർസിൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾ പറയുന്ന ഓരോ ഐറ്റംസും നമ്മൾ ഡെവലപ്പറിനോട് പറയുന്നുണ്ട്. അപ്പോൾ ഡെവലപ്പർ അതിൻ്റെ അപ്ഡേറ്റ്സ് തരാം, നമുക്ക് തിരിച്ച് റിപ്ലൈയും കാര്യങ്ങളൊന്നും തരാൻ പറ്റാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് അതിൻ്റെ റിപ്ലൈയും കാര്യങ്ങളും തരാത്തത്. എന്തായാലും നിങ്ങൾ പറയുന്ന ഓരോ ഐറ്റംസ് കാര്യങ്ങൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. കൊടുക്കുമ്പം ഡെവലപ്പർ നോക്കാം, സെറ്റ് ചെയ്യാം എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഡെവലപ്പറിൻ്റെ ഒരു ഭാഗത്തുകൂടി ചിന്തിച്ച് കഴിഞ്ഞാലും ഡെവലപ്പറിനും സമയം വേണം ഇത് ചെയ്യാൻ വേണ്ടി. കാരണം നിങ്ങൾക്ക് വേണ്ടി GTA 5 പണിയും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്കാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ പുതിയ അപ്ഡേറ്റ്സ് വരുന്നവർ നിങ്ങളെല്ലാവരും കാത്തിരിക്കേണ്ടതാണ്. പുതിയ അപ്ഡേറ്റ് നെക്സ്റ്റ് മന്തേ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് മന്ത് വരെ നിങ്ങളെല്ലാവരും കാത്തിരിക്കേണ്ടതാണ്. അപ്പോൾ ആ നെക്സ്റ്റ് മന്തിനകത്ത് പുതിയ ഫീച്ചറും അതുപോലെ തന്നെ പുതിയ കാർസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം അതിനൊക്കെ ഏതൊക്കെയാണ് എടുക്കേണ്ടതും അതുപോലെ തന്നെ ഏതൊക്കെയാണ് കൊണ്ടുവരേണ്ടതെന്നും ഏതൊക്കെ കിട്ടുന്നതും ഏതൊക്കെ ഫീച്ചേഴ്സാണ് വരുന്നതെന്നൊക്കെ നമ്മൾ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ അതിന് വേണ്ടി ഫസ്റ്റായിട്ടും എൻ്റെ വാട്സപ്പ് ചാനലും അതുപോലെ തന്നെ എൻ്റെ ഈ ചാനലും ഒന്ന് ഫോളോ ചെയ്തിരുന്നതന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റുന്നതായിരിക്കും.